നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-ലെ ലോക്സഭാ സീറ്റ് നിർണായകം ഏതാണ്ട് അന്തിമമായിരിക്കുകയാണ്. എറണാകുളത്തും ചാലക്കുടിയിലും ആരെ മത്സരിപ്പിക്കണമെന്നത് KV തോമസിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും. മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കും. പാർട്ടി പറയുന്നത് അനുസരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശാസന. ഇതിലാണ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്. കൊല്ലത്ത് പല പേരുകൾ പരിഗണിച്ചുവെങ്കിലും അവസാനം നറുക്കുവീണത് സിനിമാ നടനും MLA-യുമായ മുകേഷിനാണ്. ചാലക്കുടിയിൽ മഞ്ജു വാര്യരെ മത്സരിപ്പിക്കാൻ CPM ചരടുവലികൾ നടത്തിയെങ്കിലും മഞ്ജു വാര്യർ വഴങ്ങിയില്ല. ഈ സാഹചര്യത്തിലാണ് മുകേഷിനെ സിനിമാക്കാരൻ എന്ന നിലയിൽ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നത്. ആലത്തൂരും പാലക്കാടും ആറ്റിങ്ങലും വടകരയിലും കണ്ണൂരിലും കാസർഗോഡും കടുത്ത മത്സരത്തിനാണ് CPM ഒരുങ്ങുന്നത്. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടാൻ മുകേഷിന്റെ സിനിമാ ഗ്ലാമറിന് കഴിയുമോ എന്നതും ചോദ്യമായി മാറുന്നുണ്ട്. പത്തനംതിട്ടയിലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കും. കോൺഗ്രസിലെ ഭിന്നതകൾ CPM-നെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. BJP-ക്ക് കേരളത്തിലുടനീളം വോട്ട് കൂടുമെന്നും ഈ സാഹചര്യത്തിൽ കേഡർ വോട്ടുകൾ നിലനിർത്താൻ പോലും നേട്ടം ഉണ്ടാകാൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിലയിരുത്തൽ. അതിനുവേണ്ടിയാണ് പ്രധാന മുഖങ്ങളായ തലമുതിർന്ന നേതാക്കളെ രംഗത്തിറക്കുന്നത്. എറണാകുളത്ത് ആരാകും മത്സരിക്കുക എന്നത് വ്യക്തമായിട്ടുമില്ല. KV തോമസിന്റെ മകളെ മത്സരിപ്പിക്കുന്നുണ്ട് എന്ന കേൾവിയും വരുന്നുണ്ട്. എറണാകുളത്തെ സ്ഥാനാർത്ഥി ആരെന്നുകൂടി പരിഗണിച്ച് ചാലക്കുടിയിലും തീരുമാനം വരും. രണ്ടിടത്തും തോമസിന്റെ അഭിപ്രായം നിലപാടും നിർണായകമാകും. വിജയ സാധ്യത ഉള്ളവരെ കണ്ടെത്താനാണ് ഇത്. പൊതു സ്ഥാനാർത്ഥികളും ഈ മണ്ഡലങ്ങളിൽ പരിഗണനയിൽ ഉണ്ട്. തോമസിനോട് അതിവേഗം തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിണറായി വിജയന് താല്പര്യമില്ലാത്ത ആരും പട്ടികയിലില്ല എന്നതാണ് വാസ്തവം. ആറ്റിങ്ങലിൽ കടകംപള്ളിയെ തഴഞ്ഞതും പിണറായിയാണ്. പത്തനംതിട്ടയിൽ രാജു എബ്രഹാമിനും നിരാശയായ ഫലം. M സ്വരാജിനും അവസരം കിട്ടിയിട്ടില്ല. കണ്ണൂരിൽ സ്പീക്കർ ഷംസീറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആഗ്രഹം ചിലർക്കുമുണ്ട്. എന്നാൽ ഇതിന് ഷംസീർ വഴങ്ങുന്നുമില്ല. അങ്ങനെ വന്നാൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്ഥാനാർത്ഥിയാകും. എന്ത് വന്നാലും മത്സരത്തിനില്ല എന്നായിരുന്നു മന്ത്രി M രാധാകൃഷ്ണന്റെ നിലപാട്. അത് പറ്റില്ല എന്ന പിണറായി നിലപാടെടുത്തു. പാർട്ടി തീരുമാനം അംഗീകരിച്ചേ മതിയാകുമെന്നും വ്യക്തമാക്കി. ഇതോടെ രാധാകൃഷ്ണന് വഴങ്ങേണ്ടി വന്നു. മന്ത്രിയായി രാധാകൃഷ്ണൻ മത്സരിക്കുമെന്ന ഇതോടെ ഉറപ്പായി. ദേശീയ തലത്തിൽ ശക്തി കൂട്ടാൻ പരമാവധി സീറ്റ് വേണമെന്നും പിണറായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുതിർന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പിണറായി നിർദ്ദേശിച്ചു. ഇത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ചെയ്തു. കോഴിക്കോട് എളമരം കരീമും മത്സരിക്കും. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ അതത് ജില്ലാ കമ്മിറ്റികൾ CPM സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത പട്ടികയിലെ പേരുകളാണ് പുറത്തുവന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം, MLA-മാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരെയാണ് CPM മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്.